എന്നെ യാഗമായി നൽകുന്നു പൂർണ്ണമായി, എന്നെ യാഗമായി നൽകുന്നു പൂർണ്ണമായി. നിന്നിഷ്ടം പോൽ നയിക്കുക എൻ പ്രാണനാഥനേ, നിന്നിഷ്ടം പോൽ നയിക്കുക എൻ പ്രാണനാഥനേ. എന്നെ അർപ്പിക്കുന്നേ സമ്പൂർണമായ എന്റെ ദേഹം ദേഹി, ആത്മാവിനെ എന്നെ അർപ്പിക്കുന്നേ. ഒരു വാക്കുകൊണ്ട് സകല ചരാചരങ്ങളെയും വിളിച്ചു വരുത്തിയവനായ ദൈവത്തിന് നിങ്ങൾക്ക് തന്ന വീടോ കാറോ രൂപയോ കോടികളോ വലിയ ആനക്കാര്യമാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഒന്നുമല്ല. പക്ഷെ വിലയുള്ള ഒരു കാര്യം അവൻ കൊടുത്തു, ഒറ്റ കാര്യം. അതെന്താണെന്നറിയാമോ? അവന്റെ സ്വന്തം പുത്രന്റെ ജീവൻ. ഞാൻ നരകത്തിലേക്ക് താഴേക്ക് വീഴുന്നത് കണ്ടിട്ട് നിൽക്കാൻ വയ്യാതെ ദൈവം അവന്റെ സ്വന്തം പുത്രനെ യാഗമായി അർപ്പിച്ചപ്പോൾ അതാണ് അവൻ കൊടുത്ത ഏറ്റവും വലിയ വില. അതാണ് അവൻ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ്. അതാണ് അവൻ കാണിച്ച മനസ്സലിവ്. അല്ലാതെ അവൻ കാണിച്ച മനസ്സലിവ് എനിക്ക് കാറ് തന്നതല്ല. അവൻ കാണിച്ച മനസ്സലിവ് എനിക്ക് പകരമായി മരിച്ച യേശു കർത്താവിന്റെ മുഖം കാണുമ്പോൾ, അതാണ് എന്നെ മനസ്സലിവെന്ന് പറയുമ്പോൾ ഓർപ്പിക്കുന്നത്. എന്നെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ, നരകത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് വലിച്ചു കയറ്റാനായിട്ട് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് മരണം വഹിച്ചവനായ യേശുവിന്റെ മുഖം കാണുമ്പോൾ അതിനപ്പുറത്ത് മറ്റൊരു മനസ്സലിവ് എനിക്ക് കാണേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. അങ്ങനെ അവൻ ചെയ്തെന്നെ വീണ്ടെടുത്തത് കൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നു. 50 പൈസയുടെ മുട്ടായി ഞാൻ എന്റെ കൊച്ചിന് കൊടുത്തത് ഞാൻ തന്നെയാണ് കൊടുത്തത്, അല്ല വേറെ ആരും കൊടുത്തൊന്നുമല്ല. എനിക്ക് കാറ് തന്നത് ദൈവം തന്നെയാണ്, സാത്താൻ തന്നൊന്നുമല്ല. എനിക്ക് വീട് തന്നത് ദൈവം തന്നെയാണ്, സാത്താൻ തന്നൊന്നുമല്ല. പക്ഷേ അവന്റെ മനസ്സലിവ് അവൻ പ്രദർശിപ്പിച്ചത് കാറ് തന്നുകൊണ്ടല്ല, ജീവൻ തന്നുകൊണ്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എന്ത്? ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്തെന്നാൽ, അതിന് പകരമായിട്ട് നിങ്ങൾ എന്താ ചെയ്തിരിക്കുന്നത്? നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. നോർമൽ വേ വി കനോട്ട് ഡു എനിത്തിങ്. ഞാൻ ഡി എൽ മൂഡിയെ കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ജോർജ് മുള്ളറിനെ കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഡി എൽ മൂഡി ജോർജ് മുള്ളറിനെ കാണുന്ന ഒരു സീൻ ഡി എൽ മൂഡിയുടെ പുസ്തകത്തിൽ ഞാൻ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അത് വളരെ രസകരമാണ്. ഡി എൽ മൂഡി ഒരു ചെറുപ്പക്കാരൻ, ഷിക്കാഗോ പട്ടണത്തിൽ ലോകത്തിലെ ആദ്യത്തെ YMCA കെട്ടിടം പണിതവൻ എന്ന് തന്നെയല്ല, ഇലിനോയിലെ 2000-ലേറെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു സൺഡേ സ്കൂൾ നടത്തി അവർക്ക് വേണ്ടി ഇലിനോയ് സ്ട്രീറ്റ് ചർച്ച് പണിതവനാണ്. ഇതെല്ലാം അദ്ദേഹം ചെയ്തത് 25 വയസ്സാകുന്നതിന് മുമ്പാണ്. അതിനുശേഷം ഒരിക്കൽ ബ്രിസ്റ്റളിൽ വെച്ച് ജോർജ് മുള്ളറും ഡി എൽ മൂഡിയും തമ്മിൽ കാണുമ്പോൾ ജോർജ് മുള്ളറിന്റെ അടുത്ത് ഡി എൽ മൂഡി അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ എങ്ങനെ വിവരിക്കാൻ തുടങ്ങി. മിസ്റ്റർ മൂഡി, നിങ്ങൾക്കറിയാമല്ലോ YMCAയുടെ ആദ്യത്തെ ബിൽഡിംഗ്, ലോകത്തിലെ ആദ്യത്തെ ബിൽഡിംഗ്, അത് ഞാൻ പണിയാൻ കർത്താവ് എന്നെ ഉപയോഗിച്ചു. അല്ല, അങ്ങനെയാണ് പറയുന്നത്, അല്ലാതെ ഞാൻ പണിതൊന്നല്ല പറയുന്നത്. കർത്താവ് എന്നെ ഉപയോഗിച്ചു. പ്രയാസമായിരുന്നു, പണമൊക്കെ കണ്ടെത്താൻ എന്തുമാത്രം പ്രയാസമായിരുന്നു. പക്ഷെ ഞാൻ അതിനുവേണ്ടിയൊക്കെ പണം കണ്ടെത്താൻ ദൈവം എന്നെ സഹായിച്ചു. ഞാൻ രാവിലെ ഒരാളുമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്യും. അയാളോട് ഞാൻ പറയും ഇന്നതാണ് ആവശ്യങ്ങൾ, അവരെനിക്ക് പണം തരും. ഉച്ചയ്ക്ക് ലഞ്ച് വേറൊരാളുമായിട്ട്, വൈകിട്ട് ഡിന്നർ വേറൊരാളുമായിട്ട്, അങ്ങനെ പല ആളുകളെ കണ്ട് പണം സമ്പാദിക്കാൻ, പണം ഇതിനുവേണ്ടി കണ്ടെത്താനായിട്ട് എല്ലാവരും തന്നു കേട്ടോ, എല്ലാവരും തന്നു. കാര്യം എല്ലാവർക്കും കർത്താവിനോട് സ്നേഹമുണ്ട്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പണിതു. അങ്ങനെ ഇല്ലിനോയ് സ്ട്രീറ്റ് ചർച്ച്, ഫാർവെൽ ഹാൾ, അങ്ങനെ പലത് പണിയാൻ കർത്താവ് എന്നെ സഹായിച്ചു. കർത്താവ് സഹായിച്ചെന്നാണ് പറയുന്നത്. പക്ഷെ പറയുന്നതല്ല ആരുടെ കാര്യമാണ്, ചെയ്ത കാര്യമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന മേമ്പൊടി വാക്കുകളൊന്നും ദൈവം കണക്കെടുത്തൊന്നുമില്ല. ജോർജ് മുള്ളർ ഒന്നും പറയാൻ പോയില്ല. അവരിങ്ങനെ നടന്ന് ഞാൻ ഏറ്റവും ഒടുവിൽ ബ്രിസ്റ്റളിലെ ഒരു കുന്നിൻ ചെരുവിൽ 2000 കുഞ്ഞുങ്ങൾ താമസിക്കുന്ന അനാഥശാല ഡി എൽ മൂഡിയെ കാണിച്ചു കൊടുത്തു. 2000 കുഞ്ഞുങ്ങൾക്ക് സൺഡേ സ്കൂൾ നടത്തുന്നതിന് വേണ്ടി പണിത കെട്ടിടത്തിന്റെ കാര്യമായി ഇദ്ദേഹം പറഞ്ഞു. പക്ഷെ 2000 കുഞ്ഞുങ്ങൾ താമസിച്ച് എന്താണ് ജോർജ് മുള്ളർ അന്ന് 2000 അനാഥ കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട്. അവർക്ക് താമസിക്കാനുള്ള ഭവനം ഒന്ന് ആലോചിച്ച് നോക്കിയേ. 2000 പേർക്ക് ഇരിക്കാവുന്ന ഹോള് പണിയുന്ന പോലെയാണോ 2000 പേർക്ക് താമസിക്കാനുള്ള വീട് പണിയുന്നത്? ആൻഡ് ഓൾസോ ജോർജ് മുള്ളർ അത് മാത്രമൊന്നുമല്ല ചെയ്തുകൊണ്ടിരുന്നത്. ജോർജ് മുള്ളർ ലോകത്തിൽ ആകമാനമുള്ള 1000-ലേറെ സുവിശേഷകർക്ക് എല്ലാ മാസവും പണം അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. 8 രാജ്യങ്ങളിലായിട്ട് 56 ഫ്രീ സ്കൂളുകൾ അദ്ദേഹം നടത്തിയിരുന്നു. ആലോചിച്ച് നോക്കണം എന്തുമാത്രം പണം ജോർജ് മുള്ളർ ഓരോ ദിവസവും സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നെന്ന്. ഇതെല്ലാം കണ്ടപ്പോഴത്തേക്ക് ഡി എൽ മൂഡി വളരെ വിഷമിച്ചു പോയി. മൂഡി പറഞ്ഞു, അയ്യോ മിസ്റ്റർ മുള്ളർ, ഞാൻ ചെയ്തതൊന്നും അല്ല കേട്ടോ. അയ്യോ, നിങ്ങൾ എങ്ങനെ ഇതിന് ഇത്രയും പണം കണ്ടെത്തിയത്? അല്ല, ഞാൻ ഈ 2000
പിള്ളേരുടെ സൺഡേ സ്കൂൾ നടത്തുന്ന കാര്യത്തിന് തന്നെ പണം കണ്ടെത്താൻ എന്തുമാത്രം വിഷമിച്ചു. ഇത് നിങ്ങൾ ഇത്രയും പണം എങ്ങനെ കണ്ടെത്തി? ജോർജ് മുള്ളർ പറഞ്ഞു, ഐ പ്രേ മാൻ, ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്ല, ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാനും പ്രാർത്ഥിക്കാതിരിക്കുന്നൊന്നുമില്ല, ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ആ പ്രാർത്ഥിക്കുന്നതിന്റെ കൂട്ടത്തിൽ വേറെ എന്താ ചെയ്യുന്നേ? അതാ അറിയേണ്ടത്. കാര്യം അടുത്ത പ്രാവശ്യം പൈസ ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള ടെക്നിക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ്. ജോർജ് മുള്ളർ പറഞ്ഞു, മാൻ ഐ പ്രേ ആൻഡ് ദാറ്റ്സ് ഓൾ, ഞാൻ പ്രാർത്ഥിക്കുന്നു, അത്രമാത്രം. മൂടി വല്ലാതായിപ്പോയി. എന്നിട്ട് ജോർജ് മുള്ളർ മൂടിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മിസ്റ്റർ മൂടി, നിങ്ങൾ വന്നപ്പോൾ മുതൽ ഇത്രയും നേരം പറഞ്ഞത് നിങ്ങൾ ദൈവത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ദൈവം മൂടിക്ക് വേണ്ടി ചെയ്തതായിട്ട് ആലോചിച്ചാൽ, ദൈവം മൂടിക്ക് വേണ്ടി ചെയ്തതിനെ പറ്റി ആലോചിച്ചാൽ, മൂടി ദൈവത്തിന് വേണ്ടി ചെയ്തതൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ചെയ്യുന്ന സുവിശേഷ പ്രവർത്തനത്തെ ഇവിടെ നിന്ന് വിളമ്പിയാലുണ്ടല്ലോ, അതിന്റെ അർത്ഥം ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് ഞാൻ അറിയാത്തത് കൊണ്ടാണ്. ദൈവം എനിക്ക് വേണ്ടി ചെയ്തതിനെക്കുറിച്ചുള്ള ബോധ്യം എനിക്കുണ്ടാകുമ്പോൾ ഞാൻ ദൈവത്തിന് വേണ്ടി ചെയ്തതിനെക്കുറിച്ച് പറയാൻ ഞാൻ ലജ്ജിക്കുകയായിരിക്കും. കാര്യം ഞാൻ എൻ്റെ ജീവൻ അർപ്പിച്ചാൽ പോലും അതൊന്നുമല്ല. പിന്നെയല്ലേ ഞാൻ ചെയ്യുന്ന അധ്വാനം, ഞാൻ കൊടുക്കുന്ന പണം, എൻ്റെ വിയർപ്പൊഴുക്കുന്നത്, ഇറ്റ് ഈസ് നത്തിങ്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് പോൾ പറയുന്നത്, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ്, അല്ലെങ്കിൽ ദൈവം നിങ്ങളോട് കാണിച്ച മനസ്സലിവിനെ ഓർപ്പിച്ചുകൊണ്ട് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു, എത്ര മനസ്സലിവ് കാണിച്ചു. അവൻ മനസ്സലിവ് കാണിച്ചത് എവിടെയാണ്? കാൽവറി ക്രൂശിൽ. നിങ്ങളെ രോഗസൗഖ്യമാക്കിയത് ഒരു വലിയ കാര്യമൊന്നുമല്ല, നിങ്ങൾക്ക് വീട് കിട്ടിയത് വലിയ കാര്യമല്ല, നിങ്ങൾക്ക് കാറ് കിട്ടിയത് വലിയ കാര്യമല്ല. പക്ഷേ അതൊക്കെ ദൈവത്തിന് ഒറ്റ വാക്കുകൊണ്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. യേശു രോഗികളെ സൗഖ്യമാക്കിയപ്പോൾ സൗഖ്യമാകാൻ തുടങ്ങി, സൗഖ്യമായി. യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത്, ഇറ്റ് വാസ് ആൻ ഈസി തിങ്. പക്ഷേ പാപം മോചിക്ക എന്ന് പറഞ്ഞപ്പോൾ പാപം മോചിച്ചില്ല, അതിനവൻ സ്വന്തം ജീവൻ കൊടുക്കേണ്ടി വന്നു. Forgiveness of sin happens only at the expense of cross. ക്രൂശിന്റെ ചെലവിലല്ലാതെ പാപമോചനം നടക്കുന്നില്ല എപ്പോഴും. അതുകൊണ്ടാണ് പോൾ പറയുന്നത്, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ്, നിങ്ങളോട് കാട്ടിയ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്തെന്നാൽ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. 1, റിന്യൂ യുവർ മൈൻഡ്, മനസ്സിനെ നിങ്ങൾ രൂപാന്തരപ്പെടുത്തണം. 2, സാക്രിഫൈസ് യുവർ ബോഡി, നിങ്ങൾ ശരീരത്തെ യാഗമാക്കണം. 3, വർഷിപ്പ് ഇൻ സ്പിരിറ്റ്, അല്ലെങ്കിൽ സ്പിരിച്വൽ വർഷിപ്പ്. 3 കാര്യങ്ങൾ, മൈൻഡ്, ബോഡി ആൻഡ് സ്പിരിറ്റ്, 3 ഇവിടെ പ്രസക്തമായി വരികയാണ്. രൂപാന്തരപ്പെടുത്തുന്ന മനസ്സിനെ രൂപാന്തരപ്പെടുത്തുക, ശരീരത്തെ യാഗമാക്കുക, ആത്മീയ ആരാധന കഴിക്കുക. ഈ 3 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡീസ് നമ്മൾ പോകുന്നുണ്ട്. ആദ്യത്തെ കാര്യം അവിടെ പറയുന്നത് പൗലോസിന്റെ കൺസ്ട്രക്ഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് സേസ് അബൌട്ട് ബോഡി, ശരീരത്തെക്കുറിച്ചാണ്. അപ്പോൾ ശരീരത്തെ യാഗമായി അർപ്പിക്കണം. പക്ഷെ ശരീരത്തെ യാഗമായി അർപ്പിക്കണം എന്നാണ് അവിടെ തുടങ്ങുന്നത് തന്നെ, അല്ലേ? അവിടെ തുടങ്ങുന്ന സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന് മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അവിടെ പറഞ്ഞിട്ടാണ് പിന്നെ മനസ്സ് രൂപാന്തരപ്പെടുന്ന കാര്യമൊക്കെ രണ്ടാമത് പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ മനസ്സലിവിന് പകരമായിട്ട് എനിക്ക് അങ്ങോട്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല, വസ്തുക്കൾ കൊടുക്കാൻ കഴിയത്തില്ല. യഹൂദന്മാർ വസ്തുക്കൾ കൊടുത്തുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് നോക്കി, കാളയെയും ആട്ടുകൊറ്റന്മാരെയും എല്ലാം കൊടുക്കാൻ നോക്കി. പക്ഷേ നമ്മൾ സങ്കീർത്തനങ്ങളിലും മറ്റും വായിക്കുമ്പോൾ, പ്രതി 40-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ, ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, ഭോജനയാഗം നീ നിനക്ക് അതിന് പ്രസാദമില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. 51-ാം അധ്യായത്തില് സങ്കീർത്തനം 51-ന്റെ 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യാഗം കഴിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അവിടെ യാഗം കഴിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് എന്താണ്? സകല കാളകളും ഭൂമിയിലെ സകല കാട്ടിലെ സകല പശുക്കളും എല്ലാം എന്റെ വകയാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ യാഗം അർപ്പിച്ചിട്ട് അർത്ഥമൊന്നും ഉണ്ടാകുന്നില്ല. ഓക്കെ, മെനി വേഴ്സസ്, അത് ഞാൻ അതിനോട് പോകുന്നില്ല. അപ്പോൾ വസ്തുക്കൾ കൊടുക്കുമ്പോൾ പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ദാറ്റ് ഈസ് നോട്ട് എ റീസണബിൾ വർഷിപ്പ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയ ആരാധന എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നെങ്കിൽ പോലും അത് യോഗ്യമായ ഒരു ആരാധനയല്ല എന്നാണ് പറയുന്നത്. അതായത് വസ്തുക്കൾ കൊടുത്ത് ദൈവത്തിന് യാഗം അർപ്പിക്കുന്നത് യോഗ്യമായ ഒരു ആരാധനയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പണം കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. എന്താണ് അല്പമെങ്കിലും യോഗ്യതയുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോൾ പറയാണ്, അത് നിങ്ങളുടെ ശരീരങ്ങളെ കൊടുക്കുന്നതാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ? പണം കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. പിന്നെ ആകെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, എന്താണ്? നമ്മുടെ ശരീരങ്ങളെ യാഗമായി സമർപ്പിക്കുക. യാഗമായി സമർപ്പിക്കുക എന്ന് പറയുമ്പോഴാണ് അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം. അല്ലാതെ നിങ്ങളുടെ ശരീരം കൊണ്ട് കർത്താവിന് വേണ്ടി അധ്വാനിക്കുവാനല്ല. കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന ഒത്തിരി പേരുണ്ട്. കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നത് കൊണ്ടും ഈ പറയുന്നത് പോലുള്ള വലിയ ഗുണങ്ങളില്ല. ദാറ്റ് ഈസ് നോട്ട് ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ഡു. മറിയയുടെയും മാർത്തയുടെയും ചരിത്രം നമുക്കറിയാം.
മറിയ കർത്താവിന് വേണ്ടി അധ്വാനിക്കുകയായിരുന്നു. ഷി വാസ് സെർവിങ് ദ ലോർഡ്. സെർവിങ് ദ ലോർഡ്. കർത്താവിനെ അവൾ സെർവ് ചെയ്യായിരുന്നു. ശരീരം കൊണ്ട് അധ്വാനിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ശരീരം കൊണ്ട് കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നറിയാം, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുഴഞ്ഞു പോകും. മാർത്ത പറയുന്നതെന്നറിയാമോ? ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട്. അതാ പ്രശ്നം. അവൾ ചെയ്തത് മോശമൊന്നുമല്ല, പക്ഷേ എന്തായി? അവൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കുഴഞ്ഞുപോയി. വേൺ ഔട്ട്. അതുകൊണ്ട് ശരീരങ്ങൾ കൊണ്ട് കർത്താവിന് എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല കാര്യം. എന്താണ്? ശരീരത്തെ യാഗമാക്കണം. എന്താ യാഗമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യാഗം എന്ന് പറയുമ്പോൾ നമ്മൾ യാഗമൃഗത്തെ യാഗവേദിയിൽ ഏൽപ്പിച്ചു കഴിയുമ്പോൾ പിന്നെ ആ സമയം മുതൽ യാഗമൃഗത്തിന്റെ ഉടമസ്ഥാവകാശം നമുക്കല്ല. ഞാൻ ഒരു യാഗമൃഗത്തെ ഒരു യാഗവേദിയിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ യാഗമൃഗത്തിന്റെ ഉടമസ്ഥാവകാശം ആർക്കാണെന്നറിയാമോ? ഏത് ദൈവത്തിന് യാഗമർപ്പിച്ചോ ആ ദൈവത്തിനാണ്. അതുകൊണ്ട് നിങ്ങളുടെ ശരീരങ്ങളെ യാഗമാക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നിങ്ങളുടെ ശരീരത്തിന്റെ ഓണർഷിപ്പ് നിങ്ങൾ യേശുവിന് കൈമാറ്റം ചെയ്യുക എന്നുള്ളതാണ്. ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യുക എന്നുള്ളതാണ്. ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുക. ശരീരം എന്ന് മാത്രമല്ല, ഇവിടെ ശരീരം എന്ന് പറഞ്ഞൊരു ഹോൾസം കാര്യമാണ്. അല്ലാതെ എന്റെ ബോഡി, ശരീരവും മനസ്സും ആത്മാവും എല്ലാം ഈ ഒരു വാക്കിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ശരീരം കൊടുക്കാൻ മനസ്സ് തയ്യാറായിരിക്കും, പക്ഷെ മനസ്സ് കൊടുക്കാൻ തയ്യാറല്ല. അതാ വാസ്തവത്തില് മാർത്തയ്ക്ക് പറ്റിയതായിട്ടുള്ള പ്രശ്നം. ഒരു ഫോഴ്സ്ഫുൾ ലേബർ അല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്, മനസ്സോടെ ചെയ്യുന്ന കാര്യമാണ്. മനസ്സ് കൊടുത്തില്ലെങ്കിൽ ശരീരം കൊടുത്തിട്ട് അർത്ഥവുമില്ല. ചെയ്യണമല്ലോ, അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ, അങ്ങനെ ചെയ്തില്ലെങ്കിൽ മോശമല്ലേ എന്ന് വെച്ച് കർത്താവിന് വേണ്ടി സേവ ചെയ്യുന്നതിനകത്ത് കർത്താവ് ഒരിക്കലും പ്രസാദിക്കുന്നില്ല. ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ വല്ലവരൊക്കെ എന്തെങ്കിലും പറയത്തില്ല, നമ്മൾ വിശ്വാസികളല്ലേ എന്ന് പറഞ്ഞ് ചെയ്യുന്ന ജോലി കർത്താവ് ശ്രദ്ധിക്കുന്നേ ഇല്ല. ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സോടെ, മനസ്സൊരുക്കത്തോടെ ചെയ്യണം. പണ്ട് ഒരു അമ്മയും മോനും കൂടെ ഒരു കടത്ത് കിടക്കുന്ന സമയത്ത് ഇവൻ വള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി നടക്കുക ചെറുക്കൻ. അപ്പൊ വള്ളക്കാരൻ പറഞ്ഞത്, തള്ളെ ഈ കൊച്ചിനെ എവിടെയെങ്കിലും പിടിച്ചിരുത്ത്, ഇല്ലെങ്കിൽ വള്ളം മുങ്ങും. വള്ളം മുങ്ങിയാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ നീന്തി കയറും, നിങ്ങൾ രണ്ടും വെള്ളത്തിൽ കിടക്കും, ഉള്ള കാര്യം ഞാൻ പറയാം. ചെറുക്കൻ ഇരിക്കത്തില്ല, എന്ത് പറഞ്ഞിട്ടും ഇരിക്കത്തില്ല. ഇരിയടാ എന്ന് 10 പ്രാവശ്യം പറഞ്ഞിട്ടും ഇരിക്കത്തില്ല. ഓടി തള്ള ഒറ്റ അടി കൊടുത്തു, ഇരിയാ അവിടെ പറഞ്ഞു. ചെറുക്കൻ ഇരുന്നു, ഇങ്ങനെ വിങ്ങിപ്പൊട്ടിയാ ഇരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞു, ഞാൻ ഇരിക്കുന്നതേ ഉള്ളൂ, എന്റെ മനസ്സ് ഞാൻ ഇപ്പോഴും എണീറ്റ് നടക്കുക എന്ന്. ഇതുപോലെ പലരും ശരീരത്തെ കൊടുക്കുന്നത്. അത് ദൈവം കണക്കെടുത്തില്ല. ദൈവം കണക്കിടുന്നത് യാഗമർപ്പിക്കുമ്പോഴാണ്, സമർപ്പിക്കുകയാണ്, ഏൽപ്പിക്കുകയാണ്. റോമാലേഖനം 6-19 വാക്യം നമ്മൾ കാണുന്നുണ്ട്. Yield your bodies. റോമാലേഖനം 6 വാക്യം. ഓരോ വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് സമയം ഒത്തിരി പരിമിതപ്പെടുന്നുണ്ട്. എങ്കിലും ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീന നിമിത്തം ഞാൻ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനും അശുദ്ധിക്കും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിപ്പീൻ. ഈൽഡ് യുവർ ബോഡീസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന് നമ്മൾ നമ്മുടെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? ദൈവത്തിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നതിനാണ് ഈൽഡിങ് എന്ന് പറയുന്നത്. അതായത് എന്റെ ഇഷ്ടങ്ങളെ മാറ്റിയിട്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ എന്റെ ശരീരത്തെ ഹൃദയപൂർവ്വം ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ദൈവത്തിന്റെ ഇഷ്ടത്തിന്. അപ്പൊ എന്റെ ബോഡിയിൽ പിന്നെ ഞാൻ ചെയ്യുന്ന എന്റെ ഇഷ്ടമായിരിക്കത്തില്ല, എന്റെ ശരീരത്തിൽ. അതായത് എനിക്കിഷ്ടമുള്ളിടത്തേക്ക് എനിക്ക് നോക്കാൻ പറ്റത്തില്ല. ആർക്കിഷ്ടമുള്ളിടത്തേക്ക് നോക്കാൻ പറ്റുള്ളൂ? യേശുവിന് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ എന്റെ കൈകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ആർക്കിഷ്ടമുള്ള കാര്യമേ ചെയ്യാൻ പറ്റുള്ളൂ? യേശുവിന് ഇഷ്ടമുള്ള കാര്യം. ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? എനിക്കിഷ്ടമുള്ള കാര്യമാണ്. നമ്മളൊരു കൈ കൊണ്ട് ഒരാളെ അടിച്ചിട്ട് പറയാണ്, ഞാനാണോ അടിച്ചത്, എന്റെ കൈയല്ലേ എന്നൊക്കെ ചിലപ്പോൾ പിള്ളേർ ചോദിക്കല്ലേ. പക്ഷെ കൈ അടിക്കുമോ? ഇല്ല. അടിക്കുന്ന ആരാണ്? ഞാൻ. എന്റെ കൈയോട് അടിക്കാൻ പറഞ്ഞത് ആരാണ്? ഞാൻ. എന്റെ തലയിൽ ഞാൻ ഇരുന്നു കൊണ്ടാണ് എന്റെ കൈയെ ചലിപ്പിക്കുന്നത്. എന്റെ തലയിൽ ഞാൻ ഇരുന്നു കൊണ്ടാണ് എന്റെ കണ്ണുകളെ പായിക്കുന്നത്. അതുകൊണ്ട് സമർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഓണർഷിപ്പ് കൈമാറുമ്പോൾ എന്താണെന്നറിയാമോ? എന്റെ സിംഹാസനത്തിൽ നിന്ന് ഞാൻ മാറിയിരുന്നിട്ട് യേശുവിനെ അവിടെ കയറ്റിയിരുത്തുകയാണ്. അതാണ് ഓണർഷിപ്പ് ചേഞ്ച്. ആൻഡ് ഓൾസോ മൈ ഹാൻഡ്സ് ആർ നോട്ട് മൈൻ. എന്റേതല്ല, എന്റെ കൈകൾ എന്റേതല്ല. എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ എനിക്ക് കഴിയത്തില്ല.
അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി എന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും വിട്ടുകൊടുക്കുന്ന സമർപ്പണ ശുശ്രൂഷയാണ് യാഗം എന്ന് പറയുന്നത്. അത് നടക്കണമെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്നുള്ളത് അറിയണം. ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്നുള്ളത് അറിഞ്ഞില്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി എന്റെ കൈ വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഞാൻ ജനറലായിട്ട് പെട്ടെന്ന് പറഞ്ഞു പോകാൻ, ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി നമുക്ക് പിന്നീട് എടുക്കാം. ഇപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് അറിയുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഏൽപ്പിച്ചു കൊടുത്തിട്ട് മാത്രം കാര്യമൊന്നുമില്ല, ഇല്ലേ? ഇഷ്ടം അറിയണം. പണ്ടൊരുത്തനോട്, വേലക്കാരനോട് പറഞ്ഞു, എടാ നാളെ രാവിലെ തിരുവനന്തപുരം വരെ ഒന്ന് പോകണം, ഏതാണ്ട് വലിയ അത്യാവശ്യ കാര്യം സാധിക്കാനാ. പക്ഷേ വേലക്കാരൻ ഇത്രേ കേട്ടുള്ളൂ, എന്തുവാ, രാവിലെ തിരുവനന്തപുരം വരെ പോകണം. രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ വേലക്കാരനെ കാണുന്നില്ല. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അണച്ച് തൂങ്ങി അവൻ വരിക. എടാ നീ എവിടെ ആയിരുന്നു രാവിലെ തൊട്ട് ഇവിടം വരെ? ഞാൻ തിരുവനന്തപുരത്തിന് പോയി. തിരുവനന്തപുരത്തോ? എന്തിന്? ഇന്നലെ പറയുന്നത് കേട്ട് തിരുവനന്തപുരത്തിന് പോകണമെന്ന്, അതിനങ്ങ് പോയെന്നുള്ളതേ ഉള്ളൂ. എടാ ഒരു കാര്യം സാധിക്കാനല്ലേ പറഞ്ഞിട്ട്? അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. തിരുവനന്തപുരത്തിന് പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? തിരുവനന്തപുരത്തിന് പോയി. പ്രിയമുള്ളവരെ, യജമാനന്റെ ഇഷ്ടം എന്താണെന്ന് അറിയത്തില്ല എങ്കിൽ യജമാനന്റെ ഇഷ്ടം നിർവഹിക്കാൻ അവന് കഴിയത്തില്ല. വെറുതെ പോയിട്ട് വരത്തേ ഉള്ളൂ. ഇതുപോലെ ഒരു അനുഭവം ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് വേണം? ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്നുള്ളത് നമ്മൾ അറിയണം. അപ്പോൾ ഈ വാക്യം ഒന്നുകൂടെ വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പൗലോസ് പറയാണ്, സഹോദരന്മാരെ, നിങ്ങളുടെ ശരീരങ്ങളെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നതെന്നാൽ, നിങ്ങൾക്ക് ദൈവം കാണിച്ച മനസ്സലിവിന് പകരമായിട്ട് പണം കൊടുത്ത്, ഞാനിത് പാരഫ്രൈസ് ചെയ്യാണ്, പണം കൊടുത്ത് നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. അതിന് പകരം കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. ആകെ നിങ്ങൾ കൊടുക്കാൻ പറ്റുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ എന്താക്കുകയാണ്? യാഗമാക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് നിങ്ങളുടെ ശരീരം രൂപപ്പെടും. പക്ഷെ ശരീരം അതിനുവേണ്ടി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ പോലും അത് നിർവഹിക്കണമെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്നുള്ളത് നിങ്ങൾ അറിയണം. യാഗമായി നൽകുന്നു പൂർണ്ണമായി, എന്നെ യാഗമായി നൽകുന്നു പൂർണ്ണമായി, നിന്നിഷ്ടം പോൽ നയിക്കുകയൻ പ്രാണനാഥനേ, നിന്നിഷ്ടം പോൽ നയിക്കുകയൻ പ്രാണനാഥനേ, എന്നെ അർപ്പിക്കുന്നേ സമ്പൂർണമായി എന്റെ ദേഹം ദേഹി, ആത്മാവിനെ എന്നെ അർപ്പിക്കുന്നേ സമ്പൂർണമായി എന്റെ ദേഹം ദേഹി, ആത്മാവിനെ വൻകരത്താൽ താങ്ങി നിത്യം നീ നയിക്കണേ, അവൻ കരത്താൽ താങ്ങി നിത്യം നീ നയിക്കണേ. എന്തു തുമ്പം വന്നാലും ഞാൻ പിന്മാറില്ല, യേശുവിന്റെ സ്നേഹം ഞാൻ വിട്ടുമാറില്ല. എന്തു തുമ്പം വന്നാലും ഞാൻ പിന്മാറില്ല, യേശുവിന്റെ സ്നേഹം ഞാൻ വിട്ടുമാറില്ല. സുന്ദരത്വം നൽകി വീണ്ടെടുത്ത ദിവ്യ സ്നേഹമേ, സുന്ദരത്വം നൽകി വീണ്ടെടുത്ത ദിവ്യ സ്നേഹമേ, എന്നെ അർപ്പിക്കുന്നേ സമ്പൂർണമായി എന്റെ ദേഹം ദേഹി, ആത്മാവിനെ എന്നെ അർപ്പിക്കുന്നേ സമ്പൂർണമായി എന്റെ ദേഹം ദേഹി, ആത്മാവിനെ വൻകരത്താൽ താങ്ങി നിത്യം നീ നയിക്കണേ, ആ വൻകരത്താൽ താങ്ങി നിത്യം നീ നയിക്കണേ. എന്തു കഷ്ടനഷ്ടമോ സങ്കടങ്ങളോ ഏതുപദ്രവങ്ങളോ പട്ടിണിയതോ, എന്തു കഷ്ടനഷ്ടമോ സങ്കടങ്ങളോ
ഭദ്രവങ്ങളോ ഏതു ഭദ്രവങ്ങളോ പട്ടിണിയതോ ക്രിസ്തുവിന്റെ സ്നേഹം വേർപിരിപ്പാനാവില്ലൊന്നിനും ക്രിസ്തുവിന്റെ സ്നേഹം വേർപിരിപ്പാനാവില്ലൊന്നിനും എന്നെ അർപ്പിക്കുന്നേ സമ്പൂർണമായ എന്റെ ദേഹം ദേഹി ആത്മാവിനെ എന്നെ അർപ്പിക്കുന്നേ സമ്പൂർണമായ എന്റെ ദേഹം ദേഹി ആത്മാവിനെ വൻകരത്താൽ താങ്ങി നിത്യം നീ നയിക്കണേ ആ വൻകരത്താൽ താങ്ങി നിത്യം നീ നയിക്കണേ എന്തു തുമ്പം വന്നാലും ഞാൻ പിന്മാറില്ല യേശുവിന്റെ സ്നേഹം ഞാൻ വിട്ടുമാറില്ല എന്തു തുമ്പം വന്നാലും ഞാൻ പിന്മാറില്ല യേശുവിന്റെ സ്നേഹം ഞാൻ വിട്ടുമാറില്ല സ്വന്തം രക്തം നൽകി വീണ്ടെടുത്ത ദിവ്യ സ്നേഹമേ സ്വന്തം രക്തം നൽകി വീണ്ടെടുത്ത ദിവ്യ സ്നേഹമേ എന്നെ അർപ്പിക്കുന്നേ സമ്പൂർണമായ എന്റെ ദേഹം ദേഹി ആത്മാവിനെ എന്നെ അർപ്പിക്കുന്നേ സമ്പൂർണമായ എന്റെ ദേഹം ദേഹി ആത്മാവിനെ വൻകരത്താൽ താങ്ങി നിത്യം നീ നയിക്കണേ ആ വൻകരത്താൽ താങ്ങി നിത്യം നീ നയിക്കണേ എന്നെ ആകമാ നൽകുന്നു പൂർണ്ണമാ എന്നെ ആകമാ നൽകുന്നു പൂർണ്ണമാ നിന്നിഷ്ടം പോലെ നയിക്കുകയൻ പ്രാണനാഥനേ നിന്നിഷ്ടം പോലെ നയിക്കുകയൻ പ്രാണനാഥനേ എന്നെ അർപ്പിക്കുന്നേ സമ്പൂർണമായ എന്റെ ദേഹം ദേഹി ആത്മാവിനെ എന്നെ അർപ്പിക്കുന്നേ സമ്പൂർണമായ എന്റെ ദേഹം ദേഹി ആത്മാവിനെ വൻകരത്താൽ താങ്ങി നിത്യം നീ നയിക്കണേ ആ വൻകരത്താൽ താങ്ങി നിത്യം നീ നയിക്കണേ എന്തു കഷ്ടനഷ്ടമോ സങ്കടങ്ങളോ ഏതു ഭദ്രവങ്ങളോ പട്ടിണിയതോ കഷ്ടനഷ്ടമോ സങ്കടങ്ങളോ ഏതു ഭദ്രവങ്ങളോ പട്ടിണിയതോ ക്രിസ്തുവിന്റെ സ്നേഹമേർപിരിപ്പാനാവില്ലൊന്നിനും ക്രിസ്തുവിന്റെ സ്നേഹമേർപിരിപ്പാനാവില്ലൊന്നിനും എന്നെ അർപ്പിക്കുന്നേ സമ്പൂർണമായ എന്റെ ദേഹം ദേഹി ആത്മാവിനെ എന്നെ അർപ്പിക്കുന്നേ സമ്പൂർണമായ എന്റെ ദേഹം ദേഹി ആത്മാവിനെ വൻകരത്താൽ താങ്ങി നിത്യം നീ നയിക്കണേ ആ വൻകരത്താൽ താങ്ങി നിത്യം നീ നയിക്കണേ എന്നെ അർപ്പിക്കുന്നേ